നമസ്തേ. വ്യാഴമാറ്റമാണ്. വ്യാഴം മാറുകയാണ് മെയ് 14, അതായത് മേടം 31-ന്. രാത്രി 11:07-നാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ധനുക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ളവരുടെ കാര്യങ്ങളാണ്. അതായത് മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ളവരുടെ കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ആ വീഡിയോയിലുണ്ട്. താല്പര്യമുള്ളവർ അത് കേൾക്കുക. ഇന്നിപ്പോൾ ധനുക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ളവരുടെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. സർവേശ്വര കാരകത്വമുള്ള ഗ്രഹമാണ് വ്യാഴം. വിദ്യാധനം, ഈശ്വരാധീനം, ബുദ്ധി, ഇതൊക്കെ നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത് വ്യാഴം അനുകൂല സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോഴാണ്. അപ്പോൾ വ്യാഴം പ്രതികൂല സ്ഥാനത്താവുമ്പോൾ ഒഴിവാക കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളും മന്ദതയും ഒക്കെ വരും. അപ്പോൾ ആദ്യം ധനുക്കൂറുകാരുടെ കാര്യം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അവർക്ക് വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ 6-ലാണ്. അപ്പോൾ പൊതുവെ 7-ാം ഭാവത്ത് നിവർത്തി സ്ഥാനത്ത് വ്യാഴം, ലഗ്നാധിപൻ നിവർത്തി സ്ഥാനം സഞ്ചരിക്കുമ്പോൾ സ്വയം നിവൃത്തി ഉണ്ടാക്കും. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരങ്ങൾ കിട്ടും. ലഗ്നാധിപനും 4-ാം ഭാവാധിപനുമാണ് വ്യാഴം. അത് 7-ലേക്ക് സഞ്ചരിക്കുമ്പോൾ കുടുംബസുഖം, വിദേശഗമനം, ശത്രുജയം, പുണ്യകർമ്മ താല്പര്യം, ധനധാന്യ ലാഭം, ഇതൊക്കെയാണ്. ഭൂമിയും വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗുണവും ഒക്കെ ഉണ്ടാകും. എങ്കിലും രോഗാരിഷ്ടതകൾ പങ്കാളിക്ക് വരാം. അതും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്തത് മകരക്കൂറുകാരുടെ കാര്യം. ഉത്രത്തിൻ്റെ അവസാന 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. 6-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു. മനക്ലേശം വിട്ടൊഴിയില്ല. 12-ഉം 3-ഉം ഭാവാധിപനാണ് വ്യാഴം. അപ്പോൾ ഒരു ദൗർഭാഗ്യം എപ്പോഴും പിന്തുടരും. സഹോദരർ ശത്രുക്കളാവും, അല്ലെങ്കിൽ സഹോദരർക്ക് ശത്രുവായി മാറും. മാതാവുമായിട്ട് കലഹങ്ങളുണ്ടാവും. ധനച്ചിലവുകൾ വർദ്ധിക്കും. 3-ാം ഭാവാധിപനും കൂടിയാണ്. 3-ാം ഭാവാധിപൻ 6-ൽ സഞ്ചരിക്കുമ്പോൾ ധനമൊക്കെ ഉണ്ടാകുമെങ്കിലും ചിലവുകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. അടുത്തത് കുംഭക്കൂറുകാരുടെ കാര്യമാണ്. വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറുന്നു. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗമാണ് കുംഭക്കൂറ്. 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ, പൂർവ്വ പുണ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ നല്ലതാണ്. പുത്രസുഖപ്രാപ്തി, സന്താനഗുണം, ധനഗുണം. 11-ഉം 2-ഉം ഭാവാധിപനായ വ്യാഴം 5-ൽ സഞ്ചരിക്കുമ്പോൾ ബുദ്ധിഗുണം, ഉന്നത സ്ഥാന പദവികൾ, സന്താനഭാഗ്യം, സുഖാനുഭവങ്ങൾ. രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ലതാണ്. അവർക്ക് ഉയർന്ന പദവികളൊക്കെ ലഭിക്കാവുന്ന ഒരു സമയമാണ്. ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ. പക്ഷേ ഈ ധനമൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുടുംബക്കാർക്ക് വലിയ പ്രയോജനമൊന്നും ചെയ്യില്ല. കാരണം 2-ാം ഭാവാധിപനാണ് 5-ൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ കുടുംബക്കാർക്ക് വലിയ പ്രയോജനമൊന്നും ചെയ്യില്ല. അന്യർക്കായിരിക്കും ധനപരമായിട്ട് ഗുണമൊക്കെ ഉണ്ടാവുക. അടുത്ത മീനക്കൂറുകാരുടെ കാര്യം. പൂരിട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ്. 4-ാം ഭാവത്തിലേക്ക് മാറുന്നു. 4-ാം ഭാവത്തിലെ വ്യാഴം അത്ര അനുകൂലമൊന്നുമല്ല. ധനച്ചിലവുകൾ വർദ്ധിപ്പിക്കും. എങ്കിലും ലഗ്നാധിപനും 10-ാം ഭാവാധിപനുമാണ് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. മാതൃഗുണം ഉണ്ടാവും. വാഹനഭാഗ്യം, കുടുംബസൗഖ്യം, ഗൃഹലാഭം, ധനം, ഐശ്വര്യമൊക്കെ മീനക്കൂറുകാർക്ക് വ്യാഴമാറ്റത്തോടെ ഉണ്ടാവും. ഇത്രയും നാളും 3-ാം ഭാവത്തിൽ ഉള്ള വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ചെറിയ രീതിയിലുള്ള ഗുണങ്ങളൊക്കെ മീനക്കൂറുകാർക്ക് ഉണ്ടാവും. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. അത് മനസ്സിലാക്കി കേൾക്കുക. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും